രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ മഹാത്മാഗാന്ധി അതായത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എഴുതി എന്ന് പറയുന്ന ഒരു കത്ത് രാഹുൽ ഈശ്വർ പുറത്തുവിട്ടു. ആ കത്ത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് നിയമസഭാ സ്പീക്കർക്ക് നൽകിയതായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ മുകേഷിനോട് മാപ്പ് പറയുന്നു, PK ശശിയോട് മാപ്പ് പറയുന്നു, എൽദോസ് കുന്നപ്പള്ളിയോട് മാപ്പ് പറയുന്നു. അപ്പൊ ഇതൊക്കെ കേരള രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളൊക്കെ ആ വാർത്ത കാണുമ്പോൾ ആദ്യം തെറ്റിദ്ധരിച്ചു പോകും. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിനെ കാരണം പ്രസംഗം ലീക്കായി കേരളം ഞെട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ആ വീഡിയോ ഇട്ടേക്കുന്നത്. ഇപ്പൊ കേൾക്കുന്ന നമുക്ക് ആദ്യം അത് പിന്നെ എന്താ മനസ്സിലാക്കാൻ കഴിയില്ല. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ രാഹുൽ ഈശ്വറിനെ വിളിച്ചപ്പോഴാണ് ആ കത്ത് ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം തയ്യാറാക്കുന്നത്. മഹാത്മാഗാന്ധി അല്ലെങ്കിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇത്തരത്തിലൊരു കത്ത് തയ്യാറാക്കി രാഹുൽ ഗാന്ധിക്ക് കൊടുത്താൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളാകും എഴുതുന്നത് എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് രാഹുൽ ഈശ്വറിനെ തന്നെ ഞങ്ങൾ നേരിട്ട് വിളിച്ച് ആ കാര്യങ്ങൾ ചോദിച്ച് അതിന്റെ വിശദീകരണം രാഹുൽ ഈശ്വർ തന്നെ മീഡിയ മലയാളത്തോട് പറഞ്ഞിട്ടുണ്ട്. പ്രേക്ഷകർ അത് കേൾക്കുക. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കത്തല്ല. രാഹുൽ ഈശ്വറിന്റെ വീഡിയോ കാണുന്നവരും ശ്രദ്ധിക്കുക. അത് രാഹുൽ മാങ്കൂട്ടം എഴുതിയ കത്തല്ല, അതൊരു ഭാവനാത്മകമായ കത്ത് മാത്രമാണ്. 3 കാര്യങ്ങൾ. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസംഗം ലീക്കായി എന്ന് കൊടുത്തത് മോഹൻദാസ് KG എന്നൊരാൾ പ്രിപ്പയർ ചെയ്ത പ്രസംഗമാണ്. മോഹൻദാസ് KG എന്ന് പറഞ്ഞാൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നുണ്ടായിരുന്നെങ്കിൽ മഹാത്മാഗാന്ധി എന്ത് പ്രസംഗം പറയുമായിരുന്നു അത് എന്ന് സിംബോളിക്കലി ചെയ്തതാണ്. ഇത് ലഗേ രഹോ മുന്നാഭായ് എന്ന സഞ്ജയ് ദത്ത് നിർവഹിച്ച സിനിമയിലെ ഗാന്ധിഗിരി എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. അതായത് മഹാത്മാഗാന്ധി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ സമൂഹത്തിലും രാജ്യത്തിലും നടക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് എന്ത് നിലപാട് സ്വീകരിക്കും, അതിനെ ഗാന്ധിഗിരി എന്നാണ് ആ സിനിമയിൽ പറയുന്നത്. സഞ്ജയത്തിന്റെ പക്ഷെ കണ്ടു കാണും, ഗംഭീര സിനിമയാണ്, കാണണം. കണ്ടിട്ടില്ലെങ്കിൽ ആ സിനിമയുടെ പശ്ചാത്തലത്തിൽ ചെയ്തതാണ്. 3, ഇതിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമം വിരുദ്ധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. 2, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വകാര്യതയുണ്ട്, അത് ഭരണഘടന തരുന്നുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 2 പേരോട് മാപ്പ് പറയുന്നുണ്ട്. ഒന്നാമത്തെ മാപ്പ് മുകേഷിനോടാണ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ, മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുകേഷിനെ ഗോവിന്ദസ്വാമിയോട് കമ്പയർ ചെയ്യുകയും മറ്റും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനോട് മഹാത്മാഗാന്ധിയോ അദ്ദേഹത്തിന്റെ ഗാന്ധിയന്മാരോ പറയുന്നത്, നീ മുകേഷിനോട് ക്ഷമ ചോദിക്കണം. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നീ മുകേഷിനെ ഇത്രമാത്രം മോശം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ മറുപടി പ്രസംഗത്തിൽ പറയുന്നത്, എനിക്ക് ഇന്ന് മുകേഷിനെ മനസ്സിലാവും. കാര്യം എന്നെ അന്യായമായിട്ട് ആക്രമിച്ചപ്പോഴാണ് എനിക്ക് ആ വേദന ഉണ്ടായത്. അതുകൊണ്ട് അതേ വേദന ശ്രീ മുകേഷിനും ഉണ്ടായി കാണുമല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം മുകേഷിനോട് മാപ്പ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഈ പ്രസംഗം തുടങ്ങുന്ന ഇങ്ങനെയാണ്. അതാണ് അതിൽ ഏറ്റവും നല്ല വരി. ഞാൻ മുമ്പ് എഴുതിയൊരു വരിയാണത്. ആ നല്ല വരി എന്ന് പറഞ്ഞാൽ, എനിക്കെതിരെ വ്യക്തിപരമായി പരാതി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ പ്രസംഗം നടത്തുന്നത് എന്ന് നിങ്ങളിൽ ചിലത് സംശയിക്കണ്ട. അതുകൊണ്ട് തന്നെയാണ് സംശയിക്കേണ്ട. എനിക്കെതിരെ പരാതി വന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ നിലപാട് പറയുന്നത്. കാര്യം എനിക്കെതിരെ വ്യാജ പരാതി വരുമ്പോഴോ അടിസ്ഥാനമില്ലാത്ത പരാതി വരുമ്പോഴോ ആണ് എനിക്കതിന്റെ വേദന മനസ്സിലായത്, വിഷമം മനസ്സിലായത്. ആ രീതിയിൽ വ്യാജ പരാതി കൊണ്ട് എത്രമാത്രം ഒരാൾക്ക് മുറിവേൽക്കുമെന്ന് എനിക്ക് മുറിവേറ്റപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അങ്ങനെ ശ്രീ മുകേഷ് അടക്കം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രായം 35, മുകേഷ് ഏട്ടന്റെ സിനിമാ പ്രായം മാത്രം, അതായത് 40 വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ അധിക്ഷേപിച്ചു, അപമാനിച്ചു, ഗോവിന്ദസ്വാമി MLA കാറിൽ കയറി പോവാണെന്ന് വരെ പറഞ്ഞു. അത് തെറ്റിപ്പോയി, മുകേഷ് ഏട്ട എന്നോട് ക്ഷമിക്കണം. ഇതാണ് ഒന്ന്. രണ്ടാമത്തേത്, ശ്രീ എൽദോസ് കുന്നപ്പള്ളി എന്ന കോൺഗ്രസിൽ തന്നെയുള്ള സാമാജികൻ എൽദോസിനോട് മാപ്പ് പറയുകയാണ്. കാരണം എൽദോസിനെതിരെ വ്യാജ പരാതികൾ വന്നപ്പോൾ ഞാൻ വേണ്ട രീതിയിൽ എൽദോസിനെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം എൽദോസിന്റെ വ്യാജ പരാതിയാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സൂചിപ്പിച്ചു. എൽദോസിനെതിരെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീക്കെതിരെ 49 ക്രിമിനൽ കേസുകളോളം ഉണ്ട്. ഇത്രയൊക്കെ തെളിവോടുകൂടി കോടതി പറഞ്ഞിട്ട് പോലും ഞാനും എന്റെ കൂടെ കോൺഗ്രസിലുള്ളവരും എൽദോസ് കുന്നപ്പള്ളിക്ക് സപ്പോർട്ട് കൊടുത്തില്ല. ഇത് എനിക്ക് ഇപ്പോഴാണ് അതിന്റെ വേദന മനസ്സിലായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് എന്നെ തള്ളി പറയുമ്പോഴാണ് എൽദോസ് ഒരുപക്ഷെ അന്ന് അനുഭവിച്ചിട്ടുണ്ടാകുന്ന വേദന മനസ്സിലായത്. എന്നിട്ട് പ്രസംഗം അവസാനിക്കുന്ന ഇങ്ങനെയാണ്: ആരെയും പുരുഷനെ ഒരു ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടാൻ ഒരു ഉപകരണമാക്കരുത്, കളിക്കാൻ പോകുന്ന ട്രംപ് കാർഡ് പോലെ ആക്കരുത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പറഞ്ഞ അപ്പുറത്ത് മുകേഷിനെ പറയും, അപ്പുറത്ത് മുകേഷിനെ പറഞ്ഞ ഇപ്പുറത്ത് വേറൊരാളെ പറയും എന്ന രീതിയിൽ കളിക്കാനുള്ള കാർഡ് ആക്കരുത്. ഞങ്ങൾക്കെതിരെ ആർക്കെങ്കിലും തെളിവുണ്ടെങ്കിൽ കോടതി ശിക്ഷിച്ച്, അല്ലെങ്കിൽ കോടതിയിൽ പരാതി പോയി കോടതി വിചാരണ നടത്തി ശിക്ഷിച്ച് ഞങ്ങളെ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, അല്ലാതെ ആണിന്റെ ജീവിതം ഇങ്ങനെ തട്ടിക്കളിക്കാനുള്ളതല്ല എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിന് അതീതമായൊരു നിലപാടെടുക്കണം.
ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് മഹാത്മാഗാന്ധിയോ ഗാന്ധിയന്മാരോ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗാന്ധിഗിരി പ്രസംഗമായിട്ട് എഴുതിയതാണ്. അതാണ് ഈ മോഹൻദാസ് KG പ്രിപ്പയർ ചെയ്ത പ്രസംഗമാണെന്ന് പറയുന്നത്. മോഹൻദാസ് KG എന്ന് പറഞ്ഞാൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഇതാണ് അതിന്റെ രത്ന ചുരുക്കം, ഇതാണ് അതിന്റെ ആത്മാംശം. അതൊരു ഗാന്ധിഗിരിയുടെ ടെക്നിക്കാണ് എന്ന് പറഞ്ഞാൽ അത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ഒരു നന്മ ഉണ്ടാവുന്നു. അതിന് ഒരു റീസൺ കൂടെ പറഞ്ഞു. നമുക്ക് മനസ്സിലാവുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗിച്ച് മുകേഷിനോടൊക്കെ മാപ്പ് പറഞ്ഞു, എൽദോസ് കുന്നപ്പള്ളിയോട് PK ശശിയോടൊക്കെ മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ സംഭവമല്ലേ? അപ്പോ ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രീ മുകേഷിനോട് മാപ്പ് പറയണം. കാര്യം ഇന്ന് ബാക്കി ആരെക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിന് അത് മനസ്സിലാവും. ശ്രീ മുകേഷിനെ വ്യാജ പരാതിയിൽ കൊടുക്കാൻ നോക്കിയ സ്ത്രീ കഴിഞ്ഞ ആഴ്ച സെക്സ് റാക്കറ്റിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരുപക്ഷെ ധന്യാജി വായിച്ചു കാണും, ആ വിഷയം കണ്ടു കാണുമല്ലോ. അപ്പോ അങ്ങനെയുള്ള സ്ത്രീ ബാലേന്ദ്രമേനോനെതിരെ ഈ സ്ത്രീയാണ് പരാതി കൊടുത്തത്. മരിച്ചുപോയ മാമുക്കോയ സുധീഷ് അടക്കമുള്ള ഒരുപാട് പേർക്ക് ഈ സ്ത്രീയാണ് പരാതി കൊടുത്തത്. ഈ സ്ത്രീയുടെ വ്യാജ പരാതിയിൽ അതിന്റെ സത്യവും അസത്യവും നോക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുകേഷ് ചേട്ടനെ ആക്രമിച്ചത് തെറ്റായിപ്പോയി. ആ തെറ്റായിപ്പോയെന്ന് തിരിച്ചറിവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, രാഹുലിനെ അതേപോലെ ഒരുപാട് പേര് വ്യാജമായിട്ട് ആക്രമിച്ചു. ഇത് നാളെ ആർക്ക് വേണമെങ്കിലും വരാം. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഗാന്ധിഗിരിയുടെ നന്മ കണ്ടെത്തുന്നതായിട്ടാണ് അതിന്റെ സങ്കല്പം. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമെന്ന് രാഹുൽ ഈശ്വർ വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയണമെന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥന. കാര്യം അങ്ങനെ പറയുമ്പോഴേ നമ്മുടെ നാട്ടിൽ നന്മയുണ്ടാവൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? നമ്മുടെ K മുരളീധരൻജി പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വന്ന് കോഴിയുടെ ശബ്ദം ഉണ്ടാക്കിയാൽ ഞങ്ങൾ തിരിച്ച് പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കും. അതായത് ശശീന്ദ്രൻജി ഉദ്ദേശിച്ചാണ് പറയുന്നത്. പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കും. ഈ പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കാൻ എന്തിരിക്കുന്നു? ആ മനുഷ്യനെ ഒരു പെൺകുട്ടി അങ്ങോട്ട് വിളിച്ച് ഒരു ചാനലിന്റെ ലോഞ്ചിന്റെ ഭാഗമായി സൗണ്ട് കൊടുത്ത് കുടുക്കിയിട്ട് മനഃപൂർവ്വം അങ്ങോട്ട് ഹണി ട്രാപ്പിൽ പെടുത്തിയിട്ട് ആ പെൺകുട്ടിയുടെ സൗണ്ട് മാറ്റിവെച്ച് ശശീന്ദ്രന്റെ മാത്രം സൗണ്ട് വെളിയിൽ കൊടുക്കുന്നത് എന്ത് മോശമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നാളെ എനിക്ക് രാഹുൽ ഈശ്വറിനെ വെച്ച് പറയാം, അപ്പം പ്രശ്നമില്ലല്ലോ. എന്നെ ഒരു പെൺകുട്ടി അങ്ങനെ നിരന്തരമായി വിളിക്കുന്നു, ലൈംഗിക താല്പര്യത്തോടെ സംസാരിക്കുന്നു. അവസാനം ഒരു ദിവസം ഞാനും എന്നാ സംസാരിക്കാൻ തോന്നുന്നു, സംസാരിച്ചു തുടങ്ങുന്നു. അങ്ങനെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞ് ഞാനും ആ കുട്ടിയും തമ്മിൽ നടക്കുന്ന സ്വകാര്യ സംഭാഷണം ആ കുട്ടിയുടെ സൗണ്ട് ടോട്ടലി വെട്ടി മാറ്റിയിട്ട് എന്റെ മാത്രം വെച്ച് കൊടുക്കുന്നത് എന്ത് വലിയ വൃത്തികേടാണ്, ആഭാസമാണ്. ഇത് നാളെ ആർക്കെതിരെ സംഭവിക്കില്ലേ? അപ്പം സ്ത്രീകളെ ബോംബായിട്ട് ഉപയോഗിക്കുന്ന, അതായത് VD സതീശൻജിയുടെ വാക്കുകളോ സന്ദർഭമോ കടമെടുത്ത് പറയുകയാണ്, സ്ത്രീകളെ ബോംബായിട്ട് ഒരു ബോംബ് വരുന്നുണ്ടെന്ന് പറയുന്ന അർത്ഥത്തിൽ സ്ത്രീകളെ ബോംബായിട്ട് ഉപയോഗിക്കുന്നതല്ലേ ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധത. അപ്പൊ എന്റെ റിക്വസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിനോടാണ് കേട്ടോ. ശ്രീ മുകേഷിന്റെ കേസ് വ്യാജമാണെന്ന് പറയാൻ രാഹുൽ ഈശ്വർ പറയുന്നതല്ല. കോടതികൾ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അനുകൂല പരാമർശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശ്രീ മുകേഷിന്റെ അടക്കമുള്ള കേസുകൾ വ്യാജമാണ്. ആ സ്ത്രീ സെക്സ് റാക്കറ്റ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടൊരു വ്യക്തിയാണ്. അങ്ങനെ 10 പേർക്കെതിരെ കൊടുത്തിട്ടുണ്ട്. ആ മുകേഷ് ഏട്ടനെ ഗോവിന്ദച്ചാമിയായിട്ട് കമ്പയർ ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ആ തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്തണം. എന്നിട്ട് നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ വേഴ്സസ് മുകേഷ് ആവരുത്. കാര്യം ഇവരുടെ രണ്ടുപേരുടെയും ജീവന് ബാധ്യതയാവും. ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണേ. നാളെ മുകേഷ് CPM ബാധ്യതയും രാഹുൽ കോൺഗ്രസിന് ബാധ്യതയും ആകരുത്. ഇവര് വലിയ സാധ്യതകളാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ കഴിവുള്ള വ്യക്തിയും മുകേഷ് ഏട്ടനെ പോലെ മോഹൻലാൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോഹൻലാലിനോടൊപ്പം ഏറ്റവും കോമിക് ടൈമിംഗ് ഉള്ള വ്യക്തിയും ഈ നാടിന്റെ അനുഗ്രഹമാണ്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഒറ്റ നിമിഷം നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലോ മുകേഷോ ആയിട്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോ തവണ നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോഴും നമ്മുടെ മനസ്സിലെ ചിന്ത, ഞാൻ ഇവർക്കൊരു ബാധ്യതയാണ്, ഞാൻ ഇവർക്ക് വലിയൊരു ഭാരമാണ്, എന്നെ ഡിഫെൻഡ് ചെയ്യുന്നതിന്റെ നാണക്കേടാണ് ഇവർക്ക് എന്ന് തോന്നിയ ഒരു വ്യാജ പരാതിയിൽ നമ്മൾ ജീവിക്കുന്ന എന്തിനാ? നാളെ ധന്യാജി എനിക്ക് മുകേഷ് എന്നോട് നേരിട്ട് പറഞ്ഞാൽ ഒരു ദിവസം രാത്രി എന്നെ വിളിച്ചിട്ട്, രാഹുൽ ഈശ്വറായിട്ട് എടുത്താൽ മതി, എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം ഈവനിങ്, ചേട്ടാ എനിക്ക് 1 ലക്ഷം രൂപ തരണം അല്ലെങ്കിൽ 10 ലക്ഷം രൂപ തരണം എന്നൊരു സ്ത്രീ പറയുക. അപ്പം ഞാൻ ആ സ്ത്രീയോട് തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്തിനാ കാശ് തരുന്നത്? എന്റെ മോക്ക് പഠിക്കാൻ പോകണം, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് 10 ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞ് എന്റെ നിന്ന് കാശ് പിടുങ്ങാനും എക്സ്റ്റോർഷൻ എന്ന ക്രിമിനൽ കുറ്റം ചെയ്യാനും ശ്രമിച്ച സ്ത്രീയുടെ വ്യാജ പരാതി വെച്ചാണ് മുകേഷ് ഒരു ബാധ്യതയാണെന്ന് പറയുന്നത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് ഒരു പക്ഷേ പഞ്ച് ഡയലോഗിന് വേണ്ടി ഇത് പറഞ്ഞു കാണും. അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് മുകേഷ് ഏട്ടനോട് മാപ്പ് പറയണം. അതേപോലെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് എൽദോസ് കുന്നപ്പള്ളിയോട് മാപ്പ് പറയണം. ഇപ്പൊ ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കാം, ധന്യാജി ഇത് കൊടുക്കുകയാണെങ്കിൽ ഇതും കൂടെ കൊടുക്കണം. ധന്യാജി ഇത്രയും മാധ്യമങ്ങൾ വായിക്കുന്ന, കൃത്യമായി മാധ്യമങ്ങൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ ഇടപെടുന്ന വ്യക്തിയല്ലേ? എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പരാതി കൊടുത്ത പെൺകുട്ടി 49 ക്രിമിനൽ കേസുകളിൽ പെട്ട വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ ആരോപിതയാണെന്നോ ധന്യാജി ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. അല്ല, എന്നെ വിശ്വസിക്കേണ്ട. ഹൈക്കോടതിയുടെ വാർത്ത നോക്കിയാൽ 1-2 പത്രങ്ങൾ സൈഡ് വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഹൈക്കോടതി ഞെട്ടൽ രേഖപ്പെടുത്തിയത്. അതായത് 1-2 കേസല്ല, 49. ഞാൻ ഇത് കഴിഞ്ഞ് വേണമെങ്കിൽ ലിങ്ക് അയച്ചു തരികയും കൂടെ ചെയ്യാം.
49 ക്രിമിനൽ കേസുകളിൽ 49 ക്രിമിനൽ കേസുകളിൽ പെട്ട, അതായത് ക്രിമിനൽ ആന്റിസിഡൻസ് ഉള്ള വ്യക്തിയാണ്. നാളെ ഈ പെൺകുട്ടി എനിക്കെതിരെ ഒരു പരാതി കൊടുത്താൽ പോരെ, എന്താ നഷ്ടം? അപ്പൊ ആരെയും കൊടുക്കും? അങ്ങനെയാണ് ക്രിമിനൽ ആന്റിസിഡൻസ് റിനി ആൻഡ് ജോർജിനുണ്ടെന്നല്ല, റിനി മിനിഞ്ഞാന്ന് എനിക്കെതിരെ പരാതി കൊടുത്തു. എനിക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കുമെന്നാണ് മാതൃഭൂമി അടക്കമുള്ള മുഖ്യധാരാ പത്രങ്ങൾ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്തു? റിനിക്കെതിരെ തിരിച്ച് DGPക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, സൈബർ സെല്ലിന് പരാതി കൊടുത്തു, ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. BNS 248 പ്രകാരം വ്യാജ പരാതിയാണെന്നും അതിന് റിനിയെ കേസിലെടുക്കണമെന്നും പറഞ്ഞ് ഞാൻ പോയി. ഞാൻ ഇത് ഫോളോ അപ്പ് ചെയ്യും, ഹൈക്കോടതിയിൽ പോകും, മുൻകൂർ ജാമ്യത്തിന്റെ ഭാഗമായിട്ട് പോകും, ഈ കേസും ഫോളോ അപ്പ് ചെയ്യും. നാളെ ഒരു വ്യാജ പരാതിപ്പെടരുത്. കാര്യം ഈ പരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത എന്ത് മാധ്യമങ്ങൾ പറയുമെന്ന് എനിക്കറിയാം. വെർബൽ റേപ്പ് ചെയ്തതിന് രാഹുൽ ഈശ്വർ അറസ്റ്റിൽ, സ്ത്രീകളോട് അനാദരവോടെ സംസാരിച്ചതിൽ, സ്ത്രീകളെ അധിക്ഷേപിച്ചതിൽ, ലൈംഗിക പരാമർശ കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റ്. കാര്യം ലൈംഗികം എന്ന് പറഞ്ഞാലേ ആൾക്കാർ വാർത്ത കാണും. ലൈംഗികം എന്ന വാക്കും കൂടെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് വാർത്ത കാണാൻ താല്പര്യം കാണും. ലൈംഗികാധിക്ഷേപ, എനിക്കെതിരെ അങ്ങനെയാണ് പല മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത്. ഹണി റോസിനെതിരെ ലൈംഗികാധിക്ഷേപ പരാമർശം. എന്ത് ലൈംഗികാധിക്ഷേപ പരാമർശം? ഹണി റോസിനെതിരെ ഒരു വിമർശനം ഉന്നയിക്കുന്നതിനെ വളരെ ഈസിയായി ലൈംഗിക അധിക്ഷേപ പരാമർശം ഒന്ന് ചിത്രീകരിച്ച് എന്നെ അറസ്റ്റ് ചെയ്താൽ ഞാൻ എന്നെ ഡിഫെൻഡ് ചെയ്യും. അങ്ങനെ സാധാരണ ആണുങ്ങൾ പെട്ടുപോകും. അവർക്ക് കൂടെ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു മഹാത്മാഗാന്ധിയുടെ ഗാന്ധിഗിരിയുടെ അപ്രോച്ചാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ നിന്ന് ഉത്തേജനം ഉൾക്കൊണ്ട് മുകേഷ് ഏട്ടനോട്, നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിയോട്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനോട്, ഒരു കോൺഗ്രസ്സുകാരനോട്, BJP ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ പറയുമായിരുന്നു, അവരോട് മാപ്പ് പറയണമെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. ഓക്കെ, താങ്ക് യു വെരി മച്ച്.